വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. വെള്ളമൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യം തന്നെ നമുക്കൊരു ചൂടായ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് പെരുംജീരകവും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിങ്ങനെ വഴറ്റണം. അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഫിലിപ്സിൻ്റെ മിനി ബ്ലെൻഡർ ഉപയോഗിച്ചാണ് ചതച്ചെടുത്തത്. സൂപ്പർ പ്രൊഡക്റ്റാണത്. ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഉള്ളിയൊക്കെ നന്നായി വാടി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി, വലിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളിയും മതിയാവും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് നന്നായി ചൂടായി പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലുള്ള വെള്ളം തന്നെ ഊറി വരുന്നതാണ്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ആദ്യം വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന വെള്ളമാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കറി കഴിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.